പെട്ടെന്ന് വായിച്ചുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ എന്ത് പണിയാണ് വെച്ചത്, ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന്. കാരണം അമേരിക്കയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കഥയാണ്. ഏതായാലും അത് നടന്നിക്കണോ ഇല്ലേ എന്നപ്പുറം അതിൽ നിന്ന് നമുക്ക് കുറേ പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയിലെ ഒരു വലിയൊരു കോൺഫറൻസ് ഹാളാണ് സ്ഥലം. അവിടെ ഒരു നമസ്കാരത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ ഒരു ഫാക്കൽറ്റി നിശ്ചയിക്കപ്പെട്ടു. അതിന് ആളുകൾ, അദ്ദേഹം വളരെ അറിയപ്പെട്ട ഒരു ഫാക്കൽറ്റി ആയതുകൊണ്ട് തന്നെ ആളുകൾ അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി നേരത്തെ തന്നെ എത്തി. സദസ്സ് നിറഞ്ഞ് ഇരിക്കുന്നുണ്ട്. നമസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ, നമസ്കാരം എങ്ങനെ ആസ്വാദകരമാക്കാമെന്ന വിഷയത്തിലാണ് സംസാരമുള്ളത്. അപ്പോൾ ആളുകളിങ്ങനെ സാഗൂതം ഇയാൾ വരാൻ വേണ്ടി, ഈ ഫാക്കൽറ്റി വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എത്തിയപ്പോൾ സാധാരണ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ നോട്ട് ഒരാവർത്തി പെട്ടെന്ന് വായിച്ചുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ നോട്ടിലുള്ള പോയിൻറ്റ്സുകൾ സ്പീഡിൽ വായിച്ചിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. ആളുകളൊക്കെ പരസ്പരം പണിയാൻ തുടങ്ങി. അപ്പോൾ എന്ത് പണിയാണ് വെച്ചത്, ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന്. കാരണം ആളുകൾ പരസ്പരം പിറുപിറുക്കാനും അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്ന് പറയാനും ഒക്കെ, അങ്ങനെ ആളുകൾ അവരുടെ ഒരു മുഷിപ്പ്, അവരുടെ ഒരു പ്രയാസം പരസ്യപ്പെടുത്തി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് സ്റ്റേജ് മേലേക്ക് കയറി, ഞാൻ ഇത്തരം സ്പീഡിൽ ഇത് വായിച്ചു പോയത് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോയത് നിങ്ങൾക്ക് പ്രയാസപ്പെടുത്തിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമായോ എന്ന് ചോദിക്കണ്ടേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതുപോലെയാണ് റബ്ബിനോടുള്ള നമ്മുടെ നമസ്കാരത്തിൻ്റെ വിഷയവും. നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ വന്ന് നമ്മൾ എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ പോകുന്ന വ്യക്തികളായിട്ടാണോ നമ്മൾ നമസ്കരിക്കുന്നത് എന്ന് അദ്ദേഹം സദസ്സിനോട് ചോദിക്കണ്ടേ. തീർച്ചയായിട്ടും മണിക്കൂറുകളുടെ ക്ലാസ്സുകൾക്കപ്പുറം വളരെ വലിയൊരു മെസ്സേജ് കൈമാറാൻ അദ്ദേഹത്തിന് ആ ഒരു സന്ദർഭത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നമസ്കാരം, നമ്മൾ 5 വക്ത് നമ്മൾ നമസ്കരിക്കും, നമ്മുടെ നമസ്കാരം എങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത് എന്നുള്ളതാണ്. നമ്മുടെ തിരക്കുകൾക്കിടയിൽ എന്തെല്ലാമോ പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെല്ലാം ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കോഴി കൊത്തുന്നത് പോലെ നമസ്കരിച്ചിട്ട് പോകാറാണോ, അതല്ലെങ്കിൽ അതിലൊരു ആസ്വാദനം നമുക്ക് ലഭിക്കാറുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ തന്നെ പറഞ്ഞില്ലേ, അരിഹ്നായ ബിലാൽ. അതുപോലെ ആ ഒരു അനുഭൂതി, ആ ഒരു ആസ്വാദനം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മോട് ചോദിക്കേണ്ട ഒരു അവസരം കൂടിയായി ഇതിനെ കാണുകയാണ്. ഞാൻ ആ കഥയിൽ വായിച്ച സമയത്ത്, ടെക്സ്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നൊരു കഥയാണല്ലോ, അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ശ്രോതാക്കളുടെ, പ്രേക്ഷകരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം കേവലം 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തൻ്റെ ടെക്സ്റ്റ് മാത്രമാണ് വായിച്ച് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് എന്ന്. അപ്പോൾ അതേപോലെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ എത്രയോ ആവശ്യങ്ങൾ ചോദിക്കേണ്ടവരാണ് നമ്മൾ. അതൊക്കെ വെറും ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്തൊക്കെയോ ചടങ്ങാക്കി തീർക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം ആ സംസാരത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, ഇതുപോലെയാണോ നമ്മുടെ നമസ്കാരം എന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്തുകളും ഹദീസുകളൊക്കെ വായിക്കുമ്പോഴൊക്കെ കാണാം, അതിലൊക്കെ 2-3 പ്രയോഗങ്ങൾ തന്നെ പറയും. ഒന്ന് അഖീമുസ്സല, നമസ്കാരം കൃത്യമായി നിലനിർത്തുക എന്നതായിരിക്കും. പിന്നെ അല്ലദീനഹും അലാ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കരിക്കാമെന്നല്ല പറയുന്നത്, ഖാശിഊൻ, ഭക്തിയോടുകൂടെ നമസ്കരിക്കുന്നവരായി മാറും. മറ്റൊന്ന് കാണാൻ സാധിക്കും, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, പതിവാക്കുക എന്നൊരു പ്രയോഗമുണ്ട്. പിന്നെ ഒന്നുണ്ട് അല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, നന്നായി ശ്രദ്ധിക്കുന്ന, സൂക്ഷിക്കുന്നവരാണ്. ഇങ്ങനെ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ പ്രയോഗത്തിൽ തന്നെ വന്ന് കാണും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നതും ആ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റ്, നമ്മൾ നമ്മുടെ റബ്ബിനോട് അങ്ങനെ അകമഴിഞ്ഞ ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ, താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ, ഭയപ്പാടോടുകൂടെ ചോദിക്കാനൊക്കെയുള്ളത് ചോദിച്ചും പറഞ്ഞും പ്രാർത്ഥിച്ചും
കഴിച്ചു കൂട്ടേണ്ടതാണ് നമ്മുടെ നമസ്കാരം. അത് പെട്ടെന്ന് അവസാനിപ്പിച്ചു പോരുന്നതായി മാറരുത് എന്നായിരിക്കണം അതിൻ്റെ മെസ്സേജ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾ ശ്രോതാക്കളുടെ മുമ്പിൽ വെക്കുന്നത് നമ്മുടെ നമസ്കാരം എങ്ങനെയാണെന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തിക്കൊണ്ട് നല്ലൊരു കഥയാണ് അതിലൂടെ കിട്ടിയിട്ടുള്ളത്. ആസ്വദിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമയമെടുത്തും ആനന്ദിച്ചും ആസ്വദിച്ചും ചെയ്യേണ്ടതാണ് എന്നുകൂടെ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമസ്കാരത്തിൻ്റെ കാര്യം.